അതെ, ഇന്നത്തെ 4 മണിക്കത്തെ ചായയോട് ഇത്തിരി വെറൈറ്റി ആക്കിയാലോ? എന്നാ വായോ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റം തന്നെ ഉണ്ടാക്കാം. അപ്പൊ ചായക്കുള്ള വെള്ളം വെച്ചു, ചായപ്പൊടി ഇട്ടു. എന്റെ ദൈവമേ, എണ്ണി വെച്ച് ബെന്നൊരെണ്ണം കാണാനില്ലല്ലോ. അമ്പട നച്ചനില്ലേ, നീ അത് മോഷ്ടിച്ചല്ലേ? വെള്ളം തിളക്കാറായപ്പോഴേക്കും അതിലുള്ള ഇൻഗ്രീഡിയൻസ് ഇടാം. ഇഞ്ചി, ഏലക്കായ, ഗ്രാമ്പു, പട്ട, ഇതൊക്കെ ചെറിയ തോതിലിട്ടാൽ മതിട്ട്. അധികം ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ടേസ്റ്റ് നല്ല വ്യത്യാസം വരും. അപ്പൊ അടുത്തായിട്ട് റെഡിയാക്കാനായിട്ട് കുറച്ച് ബട്ടർ എടുത്ത് പുട്ടിട്ടുണ്ട് പാൻ, എന്നിട്ട് നന്നായിട്ട് അത് സ്പ്രെഡ് ചെയ്യുക. അതിലേക്ക് 2 ബന്ന് വെക്കുക. ഈ ബട്ടർ ഈ ബന്നിൽ നന്നായിട്ട് പിടിക്കണം. നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ചട്ടകിട്ട് അങ്ങോട്ട് മറിക്കുക നമ്മുടെ ബന്ന് ഇതിപ്പോൾ റെഡിയാവും. ബെന്ന് റെഡിയായപ്പോഴേ കൈ കൊണ്ട് ചപ്പാത്തി മറിച്ചിടുന്ന ഓർമ്മയ്ക്ക് കൈയും കൊണ്ട് ബെന്നെടുക്കാൻ പോയത് ഇതേപോലെ ഇരിക്കട്ടെ. കൈ ഒന്ന് പൊള്ളി. പിന്നെ ഫസ്റ്റ് എയ്ഡ് എടുക്കാൻ ഫസ്റ്റ് എയ്ഡ് മാൻ അടുത്തുള്ളതുകൊണ്ട് വേഗം പോയി. അപ്പോൾ ആള് ഫസ്റ്റ് എയ്ഡ് ഒക്കെ തന്ന് വേഗം തിരിച്ചു വന്ന് ബെന്നെടുത്തു കേട്ടാ. മര്യാദയ്ക്ക് ചട്ടകം കൊണ്ട് എടുത്തോണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പോഴേക്കും ഇതേ ചായ റെഡി ആയിട്ടാ. ആ നേരം കൊണ്ട് എനിക്ക് വേണ്ടി എന്തോ സ്പെഷ്യൽ ആശ ഉണ്ടാക്കുമായിരുന്നു. അടുത്തായിട്ട് നമ്മുടെ മസ്ക ക്രീം ഉണ്ടാക്കാനാണ്. അപ്പോൾ ആവശ്യത്തിന് ബട്ടർ എടുത്തു, കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തു, നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ കിട്ടൂട്ടാ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇനി നമ്മുടെ ബണ്ണ് എടുക്കുക, സെൻറ്റർ കട്ട് ചെയ്യുക, അതിലേക്ക് നമ്മുടെ മസ്ക ക്രീം ആഡ് ചെയ്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. ഞാൻ നന്നായിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ ക്രീം, കാരണം എനിക്ക് ബട്ടർ ഒരുപാട് ഇഷ്ടമാണ്, ഫ്ലേവറൊക്കെ. അപ്പം അങ്ങനെ നമ്മുടെ മസ്ക ബണ്ണ് ഇതോടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. അങ്ങനെ 4 മസ്ക ബണ്ണ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അമ്മ അപ്പുറത്തോടെ ഇപ്പുറത്തോടെയൊക്കെ പോകുമ്പോൾ എത്തിച്ചു നോക്കി പോകുന്നുണ്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവളി കത്തി വെട്ടോത്തിയൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്താവോ എന്തോന്നാണ് തോന്നുന്നു പറയണത്. എന്നാലും തളരരുത് രമൻകുട്ടി, തളരരുത്. നമ്മൾ 4 സെറ്റ് ചെയ്തെടുത്തു. അതിൻ്റെ കോമ്പിനേഷനായിട്ടുള്ള ഇറാനി ചായ എന്താ ഇവിടെ സെറ്റ് ആക്കണുണ്ട് കേട്ടാ. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് കട്ടൻ ചായയിലേക്ക് റെഡിയാക്കി വെച്ച പാലങ്ങട് ചേർക്കുക, നന്നായി മിക്സ് ചെയ്യുക. എന്താ സ്മെല്ല് എന്നറിയോ? അപ്പം നമ്മുടെ അടിപൊളി ഇറാനി ചായ റെഡിയായി. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കമോൺ. എൻ്റെ പൊന്നോ, അടിപൊളി ടേസ്റ്റ് കേട്ടാ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല കേട്ടാ, ശരിക്കും നല്ല ഇഷ്ടമായി. എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ആദ്യം അതുപോലെ തന്നെ നല്ല ഇഷ്ടമായിട്ടാ. അവൻ ആ ക്രീമൊക്കെ വേഗം എടുത്ത് തോണ്ടി കഴിക്കണ്ടായിരുന്നു സൈഡിൽ നിന്നൊക്കെ. അങ്ങനെ നമ്മുടെ ഇറാനി ചായ നല്ല അടിപൊളിയായിരുന്നു കേട്ടാ. അപ്പോൾ ഈ ബണ്ണ് ചായയിലും മുക്കി ഞാൻ കഴിച്ചു നോക്കി, എല്ലാവരും കഴിക്കുന്ന പോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അമ്മ ചായ കുടിക്കാൻ വന്നപ്പോൾ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചായയും ബന്നും കൊടുത്തു കേട്ടോ. സ്വതവേ അമ്മയ്ക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും വലിയ ഇഷ്ടമൊന്നുമല്ല, ബട്ടറിൻ്റെ ടേസ്റ്റ് ഒന്നും അധികം ഇഷ്ടമൊന്നുമല്ല. എന്നാലും അമ്മ അത് കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ചായക്ക് അമ്മയ്ക്ക് ഇത്തിരി മധുരം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് വിത്തൗട്ടാണ് പതിവ് ഷുഗർ ഉള്ളത്. എന്നാലും അമ്മ കുടിച്ചു, കുഴപ്പമില്ലാത്ത മധുരം ആയതുകൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടമായി. അതുപോലെ തന്നെ ബന്നും അമ്മ കഴിച്ചു കേട്ടോ. അമ്മ കുഴപ്പമില്ല എന്ന് പറഞ്ഞു, അമ്മയ്ക്ക് ഇഷ്ടമായിട്ടുണ്ട്, അതുകൊണ്ട് അമ്മ അത് മുഴുവൻ കഴിച്ചത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും ചേട്ടൻ വന്നു. അപ്പൊ ചേട്ടനും ബണ്ണും ചായയും കൂടി കൊടുത്തു. ഈ നോക്കിയിരിക്കുന്നത് വേറൊന്നല്ല കേട്ടോ, ഇതെന്താവോ അടുത്ത വയ്യാവയിലെന്നാണ്. ഈ ദയനീയമായി നോക്കുന്നത് വേറൊന്നുമില്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ രമണ എന്നാണ്. അത് തന്നെ കൊള്ളാന്നും പറഞ്ഞു കേട്ടോ. ചായ അതുപോലെ തന്നെ ആൾക്ക് ഇഷ്ടമായി. മൊത്തത്തിൽ നല്ല സക്സസ് ആയി. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ.